Hello all, welcome to Competitive Cracker. I am Dr. Vidya Vijay. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുന്നതിനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പം നമ്മളൊരു സെറ്റ് എക്സാം എഴുതിയിട്ടിരിക്കുകയാണ്. ഇനി ഒരു സെറ്റ് എക്സാം എന്നുള്ളത് ജാനുവരി 2026 എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു എക്സാമാണ്. ഇനി സെറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? റീസെൻ്റ്ലി ന്യൂസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കേറ്ററ്റ് നിർബന്ധമാക്കി അല്ലേ? എല്ലാ അധ്യാപകർക്കും കേറ്ററ്റ് എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം സ്കൂളുകളിൽ പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി സജസ്റ്റ് ചെയ്യുന്ന അടുത്തൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക. അതായത് എന്താണ്, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്നൊരു പോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ക്വാളിഫൈ ദ സെറ്റ് എക്സാം. സെറ്റ് എക്സാം എന്ന് പറയുമ്പം സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് അല്ലേ? നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിനെക്കാട്ടിലും കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമാണ്. കാരണം ഇവർ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സിലബസ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ PG പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ഈ വരുന്ന ജാനുവരിയിലെ സെറ്റ് എക്സാം എഴുതാം അല്ലേ? അപ്പം ആ സെറ്റ് എക്സാം അതുപോലെ തന്നെ ഒരുപാട് പ്രാവശ്യം 1-2 മാർക്കിന് നഷ്ടപ്പെട്ടവരും ഉണ്ടാകാം. അങ്ങനെയുള്ള എല്ലാവർക്കും ഇനി വരുന്ന ജാനുവരി 2026 സെറ്റ് എക്സാം എഴുതാം. അപ്പോൾ അതിലേക്ക് എന്താണ്, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സിലബസ് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സിലബസ് ഫോക്കസ് ചെയ്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേൺ ഫോളോ ചെയ്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ക്രാക്ക് ദിസ് എക്സാം അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ, ഈ 1-2 മാർക്കിനൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഒരു ലക്ക് എന്നുള്ളത് ഒരു ഫാക്ടറാണ് ഡെഫിനറ്റ്ലി. പ്ലസ് നമ്മൾക്കൊരു കോൺസ്റ്റൻറ്റ് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ, കൃത്യമായ ഒരു ഗൈഡ് ലൈനോടുകൂടി എല്ലാ യൂണിറ്റ്സും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റ് എക്സാം വളരെ ഈസി ആയിട്ടുള്ള ഒന്നായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് സെറ്റ് എക്സാമിൻ്റെ സിലബസ്. നമുക്കറിയാം മൊത്തം 6 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. ആ 6 യൂണിറ്റ്സിൽ യൂണിറ്റ് 5 എന്ന് പറയുന്നത് നമ്മൾ BEd കഴിഞ്ഞ സ്റ്റുഡൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ BEd കഴിഞ്ഞ് ജോലി ചെയ്യുന്നവരുണ്ടാകാം. ആ ജോലി ചെയ്യുന്നവർക്ക് പോലും ഡയറക്റ്റ് ട്രാൻസ്ഫറിലൂടെ മറ്റ് പ്രൊമോഷൻ ഇതെല്ലാം ലഭിക്കണമെങ്കിൽ അവർ സെറ്റ് ക്വാളിഫൈ ചെയ്യണം. സോ അവരുടെ എല്ലാം അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ ജാനുവരി 2026 സെറ്റ് എക്സാം തന്നെയാണ്. അപ്പം യൂണിറ്റ് 5 എന്ന് പറയുന്നത് BEd കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിരിക്കും. കാരണം ദറ്റ് ഈസ് ആക്ച്വലി ഫോക്കസിങ് ഓൺ ELT, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് പ്ലസ് ലിംഗ്വിസ്റ്റിക്സ് അല്ലേ? ലിംഗ്വിസ്റ്റിക്സിൽ നിന്ന് വളരെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട, എന്നാലും ഒരു 5 to 10 മാർക്സ്. അതുപോലെ തന്നെ ELT നിന്നും നമുക്കത് 5 to 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ ഏറ്റവും കൂടുതൽ, അതായത് യൂണിറ്റ് 1, യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 3, അതായത് ഏർലി ലിറ്ററേച്ചർ മുതൽ, അതായത് നമ്മുടെ ഏജ് ഓഫ് ചോസറിൽ സ്റ്റാർട്ട് ചെയ്ത് വിക്ടോറിയൻ പീരീഡ്, മോഡേൺ പീരീഡ്, ഇതെല്ലാം ഈക്വലി ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കേണ്ട മൊഡ്യൂൾസ് ആണ്. അതാണ് നമ്മുടെ യൂണിറ്റ് 1 to യൂണിറ്റ് 3 വരെ ഫോക്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 4 എന്ന് പറയുന്നത് അതർ വേൾഡ് ലിറ്ററേച്ചർ, അതായത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ, അമേരിക്കൻ ലിറ്ററേച്ചർ, അതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി യൂണിറ്റ് 5 ഞാൻ നിങ്ങളോട് പറഞ്ഞു, ELTയും അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്സിൽ നിന്നുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസും അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ യൂണിറ്റ് 6 വരുമ്പം റീസൺലി നിങ്ങൾക്കറിയാം കൂടുതൽ ക്വസ്റ്റ്യൻസും സെറ്റാണെങ്കിലും നെറ്റ് എക്സാം ആണെങ്കിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഒരു റീസെൻറ്റ് ട്രെൻഡ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റ് 6 ഫോക്കസ് ചെയ്ത, അതായത് ലിറ്റററി, തിയറി ആൻഡ് ക്രിറ്റിസിസം. ഓക്കെ, അപ്പം അതിൽ തിയറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് ടഫാണ്, എങ്കിൽ പോലും എല്ലാ പാർട്ടും ഈക്വലി ഫോക്കസ് ചെയ്യേണ്ട ഒന്നാണ്. ഇങ്ങനെ ഇപ്പം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മൊത്തം നമുക്ക് 6 യൂണിറ്റ്സ് ആണുള്ളത്. ആ 6 യൂണിറ്റ്സിൽ ഏതാണ് ഹൈലി റെലവൻറ്റ്, ഏതാണ് ലെസ് സിഗ്നിഫിക്കൻറ്റ്, ഇതെല്ലാം ഒരു കോൺസ്റ്റൻറ്റ് സപ്പോർട്ടോടുകൂടി, അതുപോലെ തന്നെ കൃത്യമായ ഒരു സ്റ്റഡി പാറ്റേണോടുകൂടി, ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പോടുകൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് തന്നെ സാധിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് CCയുടെ ലോങ് ടേം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
കാരണം ഇതിൽ ജോയിൻ ചെയ്താൽ ഉറപ്പാണ്. കാരണം നമ്മൾ ലോങ് ടേം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായും ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സെറ്റ് എക്സാം. ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്, അത് അത്രയും കുറച്ചും കൂടി സിമ്പിളാണ് നമ്മൾ വി കമ്പയർ ഇറ്റ് വിത്ത് നെറ്റ് എക്സാം. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. എന്താണ്, ന്യൂ ബാച്ച് ആണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9746455514. നമ്മൾ എല്ലാ സബ്ജക്ട്സിനും ഓഫർ ചെയ്യുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, ഇക്കണോമിക്സ്, കൊമേഴ്സ്, ഹിസ്റ്ററി ആൻഡ് ജനറൽ പേപ്പർ. അറിയാവുന്ന ഒരു കാര്യമാണ്, ജനറൽ പേപ്പറിനും അതുപോലെ തന്നെ കോ പേപ്പറിനും ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം അല്ലേ. ജനറൽ പേപ്പറും കോ പേപ്പറും ക്വാളിഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു അഗ്രിഗേറ്റ് മാർക്കും ഉണ്ട്. അതും ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒട്ടും വൈകാതെ നമ്മുടെ പ്രിപ്പറേഷൻ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒരു അസൈൻമെൻറ്റ്സിലൂടെ മൂവ് ഓൺ ചെയ്യുക എന്നതായിരിക്കണം നമ്മുടെ ടാസ്ക്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. സിലബസ് അനാലിസിസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, പ്ലീസ് ജോയിൻ വിത്ത് us. താങ്ക് യു.